ഇന്ന് ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകൾ നോക്കിയാൽ രാഹുലിന് നേരിയ ആശ്വാസമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. കൂടെ യുവനടിക്ക് നേരെയുള്ള ഭീഷണിയും യാത്രക്കാരുടെ ക്ഷമ പരീക്ഷിച്ച ഇൻഡിഗോയും. ഇങ്ങനെ നീളുന്നു പ്രധാന വാർത്തകൾ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രാഹുലിന് ആശ്വാസം, അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി. രാഹുലിനെ തൊട്ടുകളിച്ചാൽ കൊന്നുകളയും, നടി റിനി ആൻഡ് ജോർജിന് ഭീഷണി. വിമാനയാത്രക്കാരുടെ ക്ഷമ പരീക്ഷിച്ച ഇൻഡിഗോ ഇന്നും 600 സർവീസുകൾ റദ്ദാക്കി. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് ചമഞ്ഞ തട്ടിപ്പ്, കണ്ണൂരിൽ യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തലിന് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഈ മാസം 15 വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവിറക്കിയിട്ടുമുണ്ട്. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്നും അതുവരെ അറസ്റ്റ് പാടില്ലെന്നുമാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. 10 ദിവസമായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ സന്തോഷകരമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നും അതോടൊപ്പം രാഹുൽ ഒരു MLA ആണ്, പൂർണ്ണമായും ഒരാളുടെ വാദം കേൾക്കാതെ ആരെയും അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി മുൻപാകെയുള്ള പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. നിലവിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. തനിക്കെതിരെ പരാതി നൽകിയത് രാഷ്ട്രീയപരമായ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം രാഹുൽ ഒളിവിൽ നിന്നുകൊണ്ട് പറയുന്നത് അന്വേഷണവുമായി പ്രതികരിക്കാൻ താൻ തയ്യാറാണെന്ന കാര്യമാണ്. ഇനി വിധി പ്രതികൂലം ആണെങ്കിൽ കീഴടങ്ങാൻ താൻ തയ്യാറാണെന്നും രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കോടതി വിശദാംശ വാദം കേൾക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതിന് മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി റിനി ആൻഡ് ജോർജിന് വധഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടാൽ കൊന്നു കളയുമെന്ന് വധഭീഷണിപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേർ വീടിന് മുന്നിലെത്തി ഭീഷണി മുഴക്കിയെന്നാണ് പരാതി. ഭീഷണിപ്പെടുത്തുന്നതിനിടെ വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമമുണ്ടായെന്നും റിനി വെളിപ്പെടുത്തി. സംഭവത്തിൽ റിനി ആൻഡ് ജോർജ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ിൽ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുകയായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ കൊന്നു തള്ളും എന്നാണ് വിളിച്ചു പറഞ്ഞത്. കൂടാതെ പല അസഭ്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ പെട്ടെന്ന് ബൈക്കെടുത്ത് പോവുകയാണ് ചെയ്തത്. ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ ആരാന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഭയമില്ല, കാരണം ഞാൻ അങ്ങനെ ഇതൊന്നും കണ്ട് ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഇന്നലെ രാത്രിയോടെയാണ് 2 യുവാക്കളെത്തി 2 സ്കൂട്ടറുകളിലായി വന്ന് ഇത്തരത്തിൽ റിനിക്ക് നേരെ വധഭീഷണി ഉയർത്തുന്നത്. നോർത്ത് പറവൂർ, എറണാകുളം നോർത്ത് പറവൂരിലാണ് റിനിയുടെ വീട്. അത്തരത്തിൽ റിനിയുടെ വീട്ടിൽ വന്ന് ഹെൽമെറ്റ് ധരിച്ച 2 യുവാക്കൾ വന്നാണ് ആദ്യം വധഭീഷണി മുഴക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി രംഗത്തെത്തിയാൽ കൊലപ്പെടുത്തുമെന്ന കാര്യം തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു വെച്ചിരുന്നത്. എന്തു തന്നെയായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയോടെ നോർത്ത് പറവൂർ പോലീസിൽ റിനിയുടെ വീട്ടിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ നേരത്തെ തന്നെ സൈബർ ആക്രമണങ്ങൾ റിനി നേരിട്ടതാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്നാൽ രാഹുലിനെതിരെ രംഗത്തെത്തിയ ആദ്യത്തെ വ്യക്തി റിനി ആയിരുന്നു. അതിനാൽ തന്നെ ആ കാലം മുതൽ തന്നെ റിനി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടതാണ്. റിനി ആദ്യം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മറ്റുള്ള ആളുകളും രംഗത്തേക്ക് എത്തുന്നത്. എന്തായാലും വധഭീഷണിയുമായി വരുന്നത് ആദ്യമായിട്ടാണ്. ഇതിൽ തനിക്ക് ഭയമില്ലെന്ന കാര്യമാണ് റിനി അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ മുതലേ ഉണ്ടാകും എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും ഇനിയും ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകും, എന്നിരുന്നാലും നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന കാര്യമാണ് റിനി ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. ഇൻഡിഗോ എയർലൈൻസിന്റെ സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയത് മൂലം വിമാനയാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിൽ. വിമാനയാത്രക്കാരുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഇന്നും 600ഓളം സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയിട്ടുള്ളത്. ഈ കാരണത്താൽ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. പലരുടെയും പ്രധാനപ്പെട്ട യാത്രകൾ മുടങ്ങുകയും ആവശ്യ യാത്ര വരെ നീട്ടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സംസാരിച്ചപ്പം അവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞു, ബ്രിട്ടീഷ് എയർവേസിന് അയാൾ വിളിക്കുന്നു. എന്നിട്ട് എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം തൊട്ട് വെയിറ്റ് ചെയ്യുക, ബ്രിട്ടീഷ് എയർവേസിന് ഇവർ വിളിച്ചിട്ടില്ല, ഇത് ഫിക്സ് ചെയ്തിട്ടുമില്ല.
ഹൃദ്രോഗിയായ മാർഗ്രറ്റ് 17 മണിക്കൂറാണ് വിമാനത്താവളത്തിൽ വീൽ ചെയർ പോലും ഇല്ലാതെ കുടുങ്ങിയത്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് വിമാനത്താവളത്തിൽ കുടുങ്ങുന്നത്. അതിൽ രോഗികളും ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. ഇപ്പോൾ മാർഗ്രറ്റ് US-ൽ നിന്ന് കേരളത്തിൽ ചികിത്സയിൽ എത്തിയതായിരുന്നു. അതോടൊപ്പം തന്നെ മുംബൈയിലേക്ക് കണക്ഷൻ വിമാനം ലഭിക്കാത്തതിൽ US-ലേക്കുള്ള മടക്ക യാത്ര ദുരിതത്തിലാണ്. അതിനാലാണ് ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇൻഡിഗോ വിമാനത്തിന്റെ അശ്രദ്ധ മൂലം ഇപ്പോൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ യാത്രക്കാരാണ്. ഇൻഡിഗോ ഇതിൽ മുൻകൂട്ടി ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അത്തരം കാര്യം ചെയ്യാത്തതിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നതെന്നാണ് സർക്കാർ അടക്കം പറയുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് ചമഞ്ഞ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കണ്ണൂരിൽ യുവാവ് അറസ്റ്റിലായി. ഇയാൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പലരെയും വഞ്ചിച്ചിട്ടുള്ളത്. തട്ടിപ്പിനിരയായവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് വലയിലായത്. വഞ്ചനാക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതുൾപ്പെടെ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതി തെറ്റിദ്ധാരണ പരത്തി പണം തട്ടിയെടുക്കുവാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞ് എത്തിയത് പഴശ്ശിനിക്കടവ് സ്വദേശിയായ ബേബി M സെബാസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ചികിത്സാ സഹായത്തിനായി 50,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തട്ടിപ്പ്. ശേഷം കണ്ണൂരിലെ സ്വകാര്യ ഹോട്ടൽ ജീവനക്കാരന് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിവരം അറിയിച്ചത്. നിലവിൽ ഇപ്പോൾ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈദ് അൽ ഇത്തിഹാദ് ആഘോഷങ്ങളുടെ ഭാഗമായി കൈരളി കൾച്ചറൽ അസോസിയേഷൻ ഫുജൈറ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന കൈരളി കേരളോത്സവം ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഫുജൈറ എക്സ്പോ സെന്റർ ഗ്രൗണ്ടിൽ നടക്കും. ഷെയ്ഖ് സയ്യിദ് സുറു സൈഫ് അൽ ഷർക്കി, മലയാള മിഷൻ ഡയറക്ടറും കവിയുമായ മുരുകൻ കാട്ടാക്കട എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കൈരളി കൾച്ചറൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരളോത്സവം വൈകിട്ട് 5 മണിക്ക് ഫുജൈറ എക്സ്പോ സെന്ററിൽ ആരംഭിക്കും. ഈ സാംസ്കാരിക വിരുന്നിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ അണിനിരക്കും. തെയ്യം, പുലികളി, കാവടിയാട്ടം തുടങ്ങിയവ ഉൾപ്പെടുന്ന വർണ്ണാഭമായ ഘോഷയാത്രയും യുവഗായകരായ വൈഷ്ണവ് ഗിരീഷും ശ്രേയയും നയിക്കുന്ന ഗാനമേളയുമാണ് മുഖ്യ ആകർഷണം. വിവിധ സ്റ്റാളുകളും കലാപരിപാടികളിൽ ഉൾപ്പെടുത്തി പ്രവാസികളായി ഒരുക്കിയ ഈ കേരളോത്സവം വിജയിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി വരും മണിക്കൂറുകളിലെ വാർത്തകളുമായി വീണ്ടും കാണാം.